4-5 പ്രാവശ്യമായിട്ട് അവരെന്നെ ജയിച്ചു കൊടുക്കണം. ഇപ്രാവശ്യം എന്തായാലും പറ്റൂല. അതിനൊരു പണിയുണ്ട് നമുക്കേ. ഇത്രയും കാലം ഓലെ കുറച്ച് ആൾക്കാർ വന്ന് വോട്ട് ചെയ്ത് കണ്ടേനു ഓല് ഇതുവരെ ജയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് നടക്കൂല. അതിന് നമ്മളെ പണിക്കരത്ത് നമ്മൾ പോകണ്ട കിട്ടും പേരിങ്ങളെ. പണിക്കരത്തൊക്കെ പോയത് വല്ലതും നടക്കുവോ? പേര് കേട്ട പണിക്കർ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇയാൾ ഇതിലും വലിയത് ചെറിയ എന്നിട്ടല്ലേ പിന്നെ പണിക്കരവിടെ അല്ലേ? അല്ല എന്തപ്പോ നിങ്ങളെ പ്രശ്നം എന്താ? ഞങ്ങളെ പ്രശ്നം വെച്ചാലേ എൻ്റെ മൂത്താപ്പ മരിച്ചിട്ട് 2-3 കൊല്ലായിക്കണം. ഇപ്പൊ വീട്ടിലാകെ മൂപ്പരെ കൊണ്ട് ശല്യ. കുട്ടികൾ പേടിച്ച് മേടിച്ച തുണിയാള് വെള്ളത്തിലിട്ടാൻ നനയ, കിണറ്റിന്ന് വെള്ളം കോരുമ്പോൾ തൊട്ടി ചോരുക, എല്ലാം കൂടി ആകെ കുഴിപ്പ. ഞങ്ങളാകെ ഇടങ്ങാറായിട്ട് മൂപ്പരോടൊന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പരത് കൂടെ ആവാഴ്ച കെട്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടാണ്. അപ്പൊ അതിരം പറയാൻ വേണ്ടിട്ട് വന്നത്. ഞാൻ പറഞ്ഞില്ല നമ്മളെ കാര്യം നടത്താൻ മൂപ്പര് മതിയെന്നേ. ഇനി ഒന്നും പേടിക്കാനില്ല, നമ്മളെ കാര്യം മൂപ്പര് ഏൽക്കും. ഞാൻ പോവാം. പിരിവല്ല പണിക്കരെ, ഒരു കാര്യം ചെയ്യാനാ. എന്താ അപ്പോ ഈ ആദമന ഉദ്ദേശം? ഇന്റെ വല്യപ്പ, ഇവന്റെ മൂത്താപ്പ, ഇവന്റെ അളാപ്പ, അമ്മായി എന്നിവരൊക്കെ 10-12 ആൾക്കാര് മരിച്ചു പോയിട്ട് 10-20 കൊല്ലായിരിക്കും. ഓല് മരിച്ചു പോയിന്നല്ല, ഓലെക്കൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് കാര്യം. മരണമടഞ്ഞ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോ പരിഹാരക്രിയ ചെയ്യണം. എന്ത് ചെലവ് വന്നാലും വേണ്ടില്ല, നമുക്ക് അവരെ കുടിച്ചു കെട്ടണം. ആട്ടെ, എന്താ അവരെ കൊണ്ട് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടെന്താ? ഈ കഴിഞ്ഞു പോയ എല്ലാ ഇലക്ഷനും മരിച്ചുപോയ എല്ലാവരും വന്ന് ഞങ്ങൾ എതിർസ്ഥാനത്ത് വോട്ട് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെയാണ് ഓല് ഇവിടെ ജയിക്കല്. ഇനി ഇക്കുറി ഓല് വന്ന് വോട്ട് ചെയ്ത് കാണ്ട് ഓല് ജയിക്കാൻ പാടില്ല. അപ്പോ മരിച്ചു പോയവര് വന്ന് വോട്ട് ചെയ്യരുത്. അതെങ്ങനെ ദൈവമേ? അപ്പൊ എന്റെ മുത്തച്ഛനും വന്ന് വോട്ട് ചെയ്തു പോകുന്നുണ്ടാവോ?